ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ആവണസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ? നമ്മളിതാ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നെന്തായാലും നല്ലൊരു ക്ലൈമറ്റ് തന്നെയാണ്. അപ്പോൾ രാവിലെ ചെറിയ രീതിയിലൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടെങ്കിലും പിന്നെ നമുക്ക് അത്യാവശ്യം വെയിലൊക്കെ ആയിട്ട് ഇതൊക്കെ കുഴപ്പമില്ലാതെ തെളിഞ്ഞ് നിൽക്കുകയുണ്ടോ. പൊതുവേ നമ്മുടെ അട്ടപ്പാടി എങ്ങനെയാണെന്ന് വെച്ചാൽ എവിടെ ഇനിയിപ്പോൾ നല്ല പെരും ചൂടാണെങ്കിൽ പോലും നമുക്കിവിടെ നല്ല തണുപ്പ് തന്നെ ആയിരിക്കും കേട്ടോ. അതിനിപ്പോൾ വേനൽക്കാലമായാൽ പോലും നമുക്ക് താഴെ, അതായത് പാലക്കാട്, പാലക്കാടൊക്കെയുള്ള ഏറ്റവും നല്ല ചൂട് കൂടുന്നൊരു സ്ഥലം എന്ന് പറയുന്നത് നല്ല വേനൽക്കാലമൊക്കെ ആകുമ്പോൾ ആ ഒരു ടൈമിലൊക്കെ നമ്മുടെ ഇവിടെ അട്ടപ്പാടി നമുക്ക് അടിപൊളിയായിട്ട് ജീവിക്കാം കേട്ടോ. നമുക്ക് ഫാനിൻ്റെ ഒന്നും ഒരാവശ്യം പോലും, അത്രയും നല്ലൊരു കൂളിങ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോഴും നമുക്ക് ചെറിയ രീതിയിൽ ഫോഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു തണുത്ത ക്ലൈമറ്റ് തന്നെയാണ്. അപ്പോൾ അതായത് നമ്മുടെ അട്ടപ്പാടിത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടോ. പല സ്ഥലങ്ങളെ അപേക്ഷിച്ച് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായൊരു ക്ലൈമറ്റിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു അട്ടപ്പാടി തന്നെ കണ്ടുവരുന്ന കുറച്ച് ഫ്രൂട്ട്സുകളുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ഈ ഒരു ക്ലൈമറ്റിന് അനുയോജ്യമായി ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരുപാട് ഫ്രൂട്ട്സുകൾ നമ്മുടെ അട്ടപ്പാടിയിൽ നമുക്ക് പല ഏരിയയിലും കാണാൻ വേണ്ടി പറ്റാറുണ്ടോ. അങ്ങനെ ഒരു ഫ്രൂട്ട് നമ്മുടെ പറമ്പിലും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിപ്പോൾ നന്നായിട്ട് കായ്ച്ച് കുലച്ചിങ്ങനെ വിളവെടുക്കാൻ പാകത്തിന് ഇങ്ങനെ അടിപൊളിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതൊരു വെറൈറ്റി ഫ്രൂട്ട്സ് തന്നെയാണ് ഗൈസ്. കാരണം വേറെ ഒന്നുമല്ല, നമുക്ക് എപ്പോഴും അങ്ങനെ കാണാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട്സും അല്ലാതെ മാത്രമല്ല അങ്ങനെ എല്ലാ സ്ഥലങ്ങളും നമുക്കിങ്ങനെ, എനിക്ക് തോന്നുന്നു കടകളിലൊന്നും അങ്ങനെ വിൽക്കാൻ വേണ്ടി അങ്ങനെ അത്രയും സുലഭമായിട്ടൊന്നും കിട്ടാനായിട്ടില്ല. കാരണം ഞാൻ ഇതുവരെ അതങ്ങനെ കടകളിലൊന്നും അങ്ങനെ വിൽക്കാൻ വെച്ചിട്ട് അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ഇതിങ്ങനെ കൂടുതലും മഴക്കാടുകളിൽ അതേപോലെ തന്നെ ഉള്ളേരിയകളിലൊക്കെ ആട്ടോ കൂടുതലും കാണാറുള്ളത്. അതായത് ഒരുപാട് എന്താ പറയുക, ഫോറസ്റ്റ് ഏരിയാസിലൊക്കെയാണ് അത് കൂടുതലായിട്ട് കാണപ്പെടാറുള്ളത്. എന്തായാലും നമുക്കൊരു ഭാഗ്യം ഉണ്ട്. നമ്മുടെ പറമ്പിൽ എന്തായാലും ഒരു അടിപൊളിയായിട്ട് തന്നെ ഒരു മരം ഉണ്ട്. അപ്പോൾ ആ ഒരു മരം ഫുള്ളായിട്ട് ഇപ്പോൾ കായ്ച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ ആ ഒരു മരത്തിൽ. അപ്പോൾ നമ്മളിവിടെ അതിനെ മൂട്ടിപ്പഴം എന്നാണേ പറയാറുള്ളത്. അപ്പോൾ നമ്മുടെ എത്ര കൂട്ടുകാർക്ക് ഇത് കഴിച്ചിട്ടുണ്ട്, അതേപോലെ ഇതിനെപ്പറ്റി അറിയുന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്കിന്ന് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോയിലൂടെ കാണാൻ വേണ്ടി പോകണം. എന്നാലും നല്ല അടിപൊളിയായിട്ട്. അപ്പോൾ അത് ഞാൻ ഒരുപാട് ഇവിടുന്ന് പറഞ്ഞ് നിങ്ങളെ കൊതിപ്പിക്കുന്നത്. നമുക്ക് എന്തായാലും നേരെ അതിൻ്റെ അടുത്തേക്ക് തന്നെ പോകണം. അപ്പോൾ നമ്മുടെ പറമ്പിൻ്റെ കുറച്ച് താഴ്ഭാഗത്തായിട്ടാണ് ആ ഒരു ഫ്രൂട്ട് ഉള്ളത്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകും. നമുക്ക് നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ടാകും. നല്ലൊരു തെളിഞ്ഞ ക്ലൈമറ്റ് ആണ്. അപ്പോൾ മഴ വരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല തെന്നലൊക്കെ ആവുമല്ലോ. എന്നാലും നമുക്ക് കുറച്ച് ഇറക്കത്തിലായിട്ടാണ് ആ ഒരു മരം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് വർഷത്തെ പഴക്കാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്നാലും നമുക്ക് പോയി നോക്കിയിട്ട് വരാം. അങ്ങനെ ഇതാ നമ്മൾ മൂട്ടിപ്പഴം പറിക്കാൻ വേണ്ടിയിട്ട് ഇതാ പകുതി എത്തിയിട്ടുണ്ട് കേട്ടോ വന്ന് പറമ്പിൻ്റെ. അപ്പോൾ ഇവിടുന്ന് കുറച്ചുകൂടി പോയി നമ്മൾ കറക്റ്റ് ആ ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റിൽ എത്തിട്ടോ. മാത്രമല്ല ഇന്ന് പലർക്കും അജ്ഞാതമായിട്ടുള്ളൊരു ഫ്രൂട്ടാണ് നമ്മളിത് പറിക്കാൻ വേണ്ടി പോകുന്നത്. എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഒറ്റ വീഡിയോയിലൂടെ നമ്മുടെ ഒരുപാട് ഈ ഒരു പഴത്തിനെ പറ്റി അറിയാത്ത കൂട്ടുകാർക്കൊക്കെ വലിയൊരു ഉപകാരമാവും. കാരണം ഇത് കഴിക്കാൻ പറ്റുമോ, ഇങ്ങനെ ഒരു ഫ്രൂട്ട് ഉണ്ടോ എന്ന് പോലും അറിയാത്ത ഒരുപാട് പേരുണ്ടാവില്ല നമ്മുടെ കൂട്ടത്തിൽ. അപ്പോൾ എന്തായാലും അവർക്കൊക്കെ ഒരു അടിപൊളി വീഡിയോ തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും കുറച്ചുകൂടി പോകാണ്ട് എന്തായാലും നമുക്ക് പതുക്കെ ഒന്ന് പോവാം. അങ്ങനെ വരുന്ന വഴിക്ക് കുറേ മുള്ളുകളും ചെടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാട് മുള്ളും എല്ലാം താണ്ടി നമ്മളിതാ കറക്റ്റ് ആ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുക കേട്ടോ. നോക്കിയാൽ നമ്മളെ വരവേൽക്കാൻ വേണ്ടി എന്ത് അടിപൊളിയായിട്ട് നമ്മുടെ മൂട്ടിപ്പഴത്തിൻ്റെ ആ ഒരു ഫ്രൂട്ട് നന്നായിട്ട് കാഴ്ച കുറിച്ച് ആ ഒരു താഴ്ഭാഗം മുതൽ അങ്ങ് മേൽഭാഗം വരെ നല്ല അടിപൊളി ഒരു കാണേണ്ട കാഴ്ചയാണ്. കഴിച്ചാൽ നമുക്ക് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് വയറൊക്കെ ഒരുപോലെ നിറയുന്നില്ല. ആ ഒരു രീതിയിലാട്ടോ. കാരണം ആ ഒരു വേര് തൊട്ട് അങ്ങ് മേൽഭാഗം വരെ അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത്. ആ ഒരു കളർ കണ്ടാൽ തന്നെ നമ്മളെ എല്ലാവരും പെട്ടെന്ന് ഇമ്പ്രസ് ആയി. അപ്പോൾ അത്രയും നല്ല അടിപൊളിയായിട്ട് വേറെ കളറായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് മൂത്തിപ്പോൾ കറക്റ്റ് വരുവാട്ടോ. നമ്മുടെ പറമ്പിൽ ഈ ഒരു മരം തന്നെയാണ് ഉള്ളത്. അപ്പോൾ എന്നാലും ഇങ്ങനത്തെ കാഴ്ച കുളിച്ച് നിൽക്കുന്ന ഒരു മരം തന്നെ ധാരാളമാണല്ലോ. കാരണം നമുക്ക് കുറച്ച് അവിടെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ മരമൊക്കെ നട്ടുപിടിപ്പിക്കേണ്ടി വരുന്നൊക്കെ പറയാം. പക്ഷേ ഇതങ്ങനെ ഫുള്ള് ഇങ്ങനെ എന്താ പറയുക, ഫുള്ള് നല്ല രീതിയിൽ കായ്ച്ച് കുലച്ച് നിൽക്കണം. കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് താഴേക്ക് ഇറങ്ങണം. അപ്പോൾ ഈ ഒരു മരം നിൽക്കുന്നത് കുറച്ച് താഴ്ഭാഗത്താട്ടോ. അതായത് ഇത് ഈ ഒരു മരം നിൽക്കുന്നതിന് തൊട്ട് താഴെയായിട്ട് നല്ലൊരു തോട് ഒഴുകുന്നുണ്ട്. അതിന് അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു ഇതിന് മുന്നൊക്കെ ആയിട്ട്. അപ്പോൾ ആ ഒരു മഴ കൂടി ആയപ്പോഴത്തേക്കും നല്ല രീതിയിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഒഴുകി നന്നായിട്ട് തന്നെ തോട് ഒഴുകുന്നുണ്ട് താഴെ. അപ്പോൾ എന്നാലും ഇവിടുന്ന് കുറച്ചൊരു ഇറക്കമാണ്. അപ്പോൾ ശ്രദ്ധിച്ചിറങ്ങിയില്ലാന്നുണ്ടെങ്കിൽ നല്ല സ്ലിപ്പും ആവും കേട്ടോ. നമ്മൾ തെന്നി തെറിച്ച് ചിലപ്പോൾ തോട്ടിൻ്റെ ഉള്ളിൽ പോയി കിടക്കണം. അപ്പോൾ എന്നാലും ശ്രദ്ധിച്ച് നമുക്കൊന്ന് താഴെ ഇറങ്ങണം. അപ്പം ഈ ഒരു ഫ്രൂട്ട് ഇങ്ങനെ നല്ല റെഡ് കളറായിട്ട് അത്യാവശ്യം നല്ല സൈസും ഉണ്ടല്ലോ. കാണുമ്പോൾ തന്നെ ഒരു റംബൂട്ടാനൊക്കെ ഉണ്ടായി നിൽക്കുന്ന ഒരു രീതിയിലുണ്ടല്ലേ. പക്ഷേ റംബൂട്ടാൻ ഇങ്ങനെ ആ ഒരു തടിയിലല്ല ഉണ്ടാവും. ഈ ഒരു മൂട്ടിപ്പഴത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഫുള്ള് നമ്മളിപ്പോൾ വേറെ എന്തെങ്കിലും ഇപ്പോൾ എന്താ പറയുക, റംബൂട്ടാൻ ആയാലും പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഒരുവിധം എല്ലാ ഫ്രൂട്ട്സും നമ്മൾ ഉണ്ടാകുന്നത് ആ ഒരു കമ്പുകളുടെ ഇടയിൽ കൂടെ അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. പക്ഷേ ഈ ഒരു ഫ്രൂട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ നോക്കി ഇങ്ങനെ താഴ്ഭാഗം ആ വേര് മുതൽ അങ്ങ് മേൽഭാഗം വരെ ഉണ്ടായിരിക്കുന്നത് ഫുള്ള് ആ ഒരു തടിയിൽ മാത്രമാണ്. ആ ഒരു കമ്പുകളിലൊന്നും ഉണ്ടായിട്ടില്ല. ഫുള്ള് ആ ഒരു തടിയിൽ മാത്രമായിട്ട് ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് ആ ഒരു പൂക്കളായാലും ഒരുപാട് പൂ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ അത് പ്രത്യേക ഭംഗിയായിട്ട്. അപ്പോൾ അത്രയും പൂ ഉണ്ടായാലും എല്ലാ പൂവൊന്നും ഉണ്ടാവില്ല. കാരണം എല്ലാ പൂവും ഫുള്ളായിട്ട് കായായി മാറുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു മരം ഫുള്ള് താങ്ങില്ല. അത്രയും നല്ല അടിപൊളിയായിട്ട് തന്നെ പൂ ഇങ്ങനെ നിറഞ്ഞ് തിങ്ങി നിറഞ്ഞ് അത്രയും കായ് ആകുമ്പോൾ ആ ഒരു ഇത്
താങ്ങാൻ കൂടി പറ്റും, അത്രയും ഉണ്ടാവില്ല. അപ്പോൾ കുറേ പൂവൊക്കെ ഇത് കൊഴിഞ്ഞു പോയിട്ട് പിന്നെയായിട്ട് ഉണ്ടായിട്ട്, പിന്നെ കുറേ പൂ കൊഴിഞ്ഞു പോയിട്ടില്ല എന്നുണ്ടെങ്കിലും ആ ഒരു പൂക്കൾ ഫുള്ള് കായായി മാറുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു കായകൾക്ക് ഇങ്ങനെ തിങ്ങിയിട്ട് ആ ഒരു വളർച്ച കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നടക്കും കൂടില്ല. അപ്പോൾ എന്താണ് ഇപ്പോൾ കറക്റ്റ് പരുവത്തിൽ നല്ല അടിപൊളിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സും കൂടി ഉള്ള ഒരു ഫ്രൂട്ട്സ് തന്നെയാണ്. അപ്പോൾ എന്താണ് അതൊക്കെ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് ഒരുപാട് അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി വരും. ഇപ്പോൾ ഇതങ്ങനെ എല്ലാ ഭാഗങ്ങളും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനങ്ങനെ പുറത്തൊന്നും വേറെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. എന്നാലും നമുക്കിവിടെ ഒരു മരം ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ ഒരുപാട് സ്ഥലത്ത് നിന്നൊക്കെ ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ താമസിക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞൊരു ടൂറിസ്റ്റ് ഏരിയ തന്നെ. കാരണം ഇവിടെ ഒരുപാട് റിസോർട്ടുകളായാലും ഒത്തിരി ഉണ്ട്. അപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ഇപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ ഒത്തിരി പേര് നമ്മുടെ അട്ടപ്പാടി വിസിറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് പേര് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന എല്ലാ കൂട്ടുകാരും ഈ ഒരു മരത്തിൻ്റെ ഈ ഒരു കായയുടെ പ്രത്യേകത വെച്ചാൽ നല്ല റെഡ് കളറിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നേരെ നോക്കിയ റോഡാണ്. അപ്പോൾ റോട്ടിൽ കൂടെ വണ്ടികളൊക്കെ പോകുമ്പോഴാണെങ്കിൽ നടന്നു പോകുന്ന ആളുകൾക്കൊക്കെ ആണെങ്കിലും ഈ ഒരു മരത്തിലുണ്ടായി ഈ ഒരു കായ് നല്ല രീതി തന്നെ പെട്ടെന്ന് എടുത്ത് കാണുന്ന രീതിയിലാട്ടോ. റോട്ടിലേക്ക് നന്നായിട്ട് നമുക്ക് നല്ലൊരു വ്യൂ ആണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഇത് കണ്ടിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് ചോദിച്ച് പറിച്ചിട്ടൊക്കെ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഒരുപാട് പേരങ്ങനെ വരാറൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് അധികം സംസാരിച്ച് ഇവിടെ നിൽക്കണം, നമുക്ക് പതുക്കെ ഒന്ന് താഴെ ഇറങ്ങാടോ. കുറച്ച് സ്ലിപ്പാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ഈ ചെരുപ്പൊന്ന് ഊരിയിട്ടിട്ട് ഇറങ്ങുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പം നമ്മുടെ ആവണിക്കുട്ടിയും കൂടി ഉണ്ട് കേട്ടോ. ആളിതാ ഈ ഒരു ഫ്രൂട്ട് കണ്ടിട്ട് നല്ല കളറായിട്ട് ഇങ്ങനെ നിൽക്കുകയുള്ളൂ. അപ്പോൾ ആള് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അതാണ് തുടക്കത്തിൽ ആൾ ഇങ്ങനെ ഓരോ സൗണ്ടുകളൊക്കെ ഉണ്ടാക്കി ആൾക്കാർ ആകാംക്ഷയിലാട്ടോ. എന്തോ ശ്രദ്ധിച്ച് നമ്മൾ ഇറങ്ങിയില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഉരുണ്ട് പോട്ടോ. നല്ല രീതിയിൽ മണ്ണ് നല്ല നനവാണ്, മാത്രം ചുമന്ന മണ്ണും കൂടി ആണല്ലോ. അപ്പോൾ നല്ല രീതിയിൽ വഴുക്കുമ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നമ്മൾ മരം കോതിയതിൻ്റെ വിറകുകളൊക്കെയാണ് കിടക്കുന്നത്. എന്തായാലും കുഴപ്പമില്ലാതെ നമ്മൾ ആ പതുക്കൊന്ന് താഴെ എത്തിയിട്ടുണ്ട്. നമുക്ക് എന്ത് രസമായിട്ടാണ് നമ്മുടെ മൂത്തിപ്പഴത്തിൻ്റെ ഒരു ഫ്രൂട്ട് നിൽക്കുന്നത്. ഇല കാണാതെയാണ് ഉണ്ടായിരിക്കുക. കാരണം നോക്കി ഇലകളൊന്നും അധികം ഇല്ല, മേൽഭാഗത്തേക്ക് കുറച്ച് ഇലകളേ ഉള്ളൂ, ബാക്കി ഫുള്ള് ഫ്രൂട്ട് തന്നെയാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വളർന്ന് അതായത് ഈ ഒരു ഫ്രൂട്ട് കഴിക്കാൻ പാകാവുന്നതിൻ്റെ ആ ഒരു ഇപ്പോൾ ഈ ഒരു ലെവലിലേക്ക് എത്തുന്നതിന് മുന്നേ ഇതിന് വേറൊരു കളറായിരിക്കും. അപ്പോൾ അവണിക്കുട്ടി ഇതാ ഫസ്റ്റ് ആയിട്ട് ഒരെണ്ണം പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ആഹാ, ഈ വർഷത്തെ ആദ്യത്തെ മൂട്ടിപ്പഴം അവണിക്കുട്ടി ആട്ടോ ഹാർവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഹായ്, സൂപ്പറാണോ? ആളിത് ആ മേലുള്ള ഒരു പുറന്തോടാട്ടോ കഴിക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ളതാണ് നമ്മൾ കഴിക്കേണ്ടത്. അപ്പോൾ പുറന്തോട് കഴിച്ചതായിട്ട് പ്രശ്നമൊന്നും ഇല്ല കേട്ടോ, പുളിയാണ് പുറന്തോടിന്. അതുകൊണ്ടാണ് ആളുടെ 2 കടിയൊക്കെ അടിച്ചിട്ടുണ്ട്, തോല് കുറച്ച് ഇളകിയിട്ടുണ്ട്. അപ്പോൾ അവള് നമ്മുടെ കൂടെ വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് മേളിൽ ഞാൻ നിർത്തിയിരിക്കുന്നു താഴെ ഇറങ്ങുന്ന ടൈമിൽ, കാരണം ഇവിടെ ഒരു കുത്തിരി ഇറക്കായിരുന്നു. പക്ഷേ അവൾക്ക് അവിടെ നിന്നിട്ട് ഈ ഒരു ഫ്രൂട്ട് ഇങ്ങനെ പഴുത്ത് നിൽക്കുമ്പോൾ ആർക്കായി ഇതിൻ്റെ അടിയിലൊന്നും വന്ന് നിൽക്കാതിരിക്കാൻ തോന്നില്ല കേട്ടോ. അത്രയും നല്ല അടിപൊളിയായിട്ടുള്ള നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് അവിടെ നിന്നിട്ട് അവൾക്ക് ഇങ്ങനെ എന്താ പറയുക, അവിടേക്ക് ഇങ്ങനെ വരാതെ അവൾക്ക് നിൽക്കാനാണ് പറ്റുന്നത്. അതുകൊണ്ട് പിന്നെ ഞാൻ അവിടെ ഇങ്ങനെ താഴെ ഇറക്കിയിരിക്കുകയാണ്. അതേപോലെ ഈ ഫ്രൂട്ട് ഉണ്ടാകുന്ന ഒരു ടൈമിൽ, അതായത് പല സ്റ്റേജുകളുണ്ട്, അതായത് സൈസ് വെക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ കളർ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. ആ തുടക്കത്തിലുള്ള ഒരു കളറേ അല്ലാതെ നമുക്കിത് മൂത്ത് പഴുക്കുന്നതിനനുസരിച്ച് നല്ല രീതിയിൽ റെഡ് കളറാണ്. അപ്പോൾ ഇത് നല്ല പഴുത്തതുകൊണ്ട് അടുത്തൊരു നല്ല റെഡ് കളറാണ്. ഇതിന് മുന്നേ കുറച്ചുകൂടി ഒരു കാപ്പി കളർ പോലെ ആയതുകൊണ്ട് അപ്പോൾ പഴുക്കുന്നതിനനുസരിച്ച് നല്ല രീതിയിൽ തന്നെ കളറൊക്കെ മാറും. തട്ടായിട്ട് നല്ല അടിപൊളി തിങ്ങി നിറഞ്ഞാട്ടോ നിൽക്കുന്നത്. അപ്പോൾ ഇതിന് കുറച്ച് ഈ അടുത്ത് പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതാ. എന്നിട്ട് ഈ ഒരു ഭാഗത്തൊക്കെ നോക്കി നിറച്ച് തിങ്ങി കൂടിയിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു തടിയിൽ അതേപോലെ ഇങ്ങനെ വള്ളി പോലെ നോക്കിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ അറ്റത്താട്ടോ ഈ ഒരു ഫ്രൂട്ട് ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത്. പല സൈസിലുണ്ട്. അപ്പോൾ നോക്കി താഴേക്ക് നോക്കി അറിയാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞത് സത്യമാണോ അല്ലേന്ന്. കാരണം വേര് മുതലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു ചപ്പ് ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞതാ അതൊക്കെ ഇങ്ങനെ താഴെ വേരിലാണ് ഉണ്ടായിരിക്കുന്നത്. ആ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ മണ്ണിലിങ്ങനെ മുട്ടി കിടക്കുവാണേ. അപ്പോൾ ഇതായാലും ഇങ്ങനെയൊക്കെ ഫ്രൂട്ട് ഉണ്ടാവുന്ന ഒരു മരം നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഫ്രൂട്ട് ഇത് ഉണ്ടാവുന്നുണ്ട്, വേറെ ഏതൊരു ഫ്രൂട്ട് ആയിക്കോട്ടെ ഇതേപോലെ കായ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മരം തന്നെ നമുക്ക് ധാരാളമാണ്. എല്ലാ ഫ്രൂട്ടും ഇതേപോലെ കായ്ച്ചിരുന്നെങ്കിൽ എന്ത് രസമായിട്ടില്ലേ. അപ്പോൾ നോക്കി നല്ല രീതിയിൽ തന്നെ സൺലൈറ്റും കൂടി കിട്ടുന്നുണ്ട്, നല്ല രീതിയിൽ കളറും വെക്കും, നല്ല അടിപൊളിയായിട്ട് നല്ല മധുരവും കൂടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ഹാർവെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ പറിക്കാം. ഇതെന്താ ഇത്? ഇതിൻ്റെ ഇല ഈ ഒരു രീതിയിലാട്ടോ വരുന്നത്, നല്ല നീളത്തിൽ, ഒരുപാട് വലുപ്പമൊന്നും ഇല്ലാതെ ഈ ഒരു സൈസിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തും നമുക്ക് ഇലയൊന്നും കാണാൻ വേണ്ടി പറ്റില്ല കേട്ടോ. അവിടെ ഇവിടെ ഒരു 4-5 ഇലയുള്ളൂ, പിന്നെ മേളിലേക്കാട്ടോ ഇല. അപ്പോൾ ഈ ഫ്രൂട്ട് ഉണ്ടായിട്ടുള്ള ആ ഒരു ഭാഗത്ത് ഫുള്ള് ഇലയൊക്കെ കൊഴിഞ്ഞു പോയത് കൂടുതലും ഫ്രൂട്ട് ഉണ്ടാവാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു തടി ഫുള്ള് കവർ ചെയ്തിട്ട് ഇതിനൊക്കെ ചുറ്റി പടം നല്ല അടിപൊളിയായിട്ടല്ലേ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ കൂട്ടുകാരിൽ ആരുടെങ്കിലും വീട്ടിൽ ഒരു മൂട്ടിപ്പഴത്തിൻ്റെ ഫ്രൂട്ട് ഉണ്ട്, അതേപോലെ തന്നെ ആരെങ്കിലും ഒക്കെ കഴിച്ചിട്ടുണ്ടെന്നുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ജസ്റ്റ് എന്തായാലും കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അപ്പോൾ എന്തായാലും നമുക്കിനി കുറച്ചൊന്ന് പറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് തന്നെ പല സൈസിലുള്ളവരുണ്ട്. അപ്പോൾ ഞാൻ എന്താ അത്യാവശ്യം നല്ല സൈസുകൾ നോക്കിയിട്ടാണ് ഇപ്പോൾ പറിക്കുന്നത്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഒരു കായ്ക്ക് തന്നെ. അപ്പോൾ എന്തായാലും നമുക്ക് ഒരെണ്ണം ഒന്ന് കഴിച്ച് നോക്കാം. അവണിക്കുട്ടി എന്നാ പിടിച്ചോ.
അവളത് 2 ഓൾറെഡി പറിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ട്. അപ്പാപ്പു ആണെന്നൊക്കെ ആൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ ഒരു പുറന്തോടെ നല്ല ഹാർഡാണ് കേട്ടോ. അപ്പൊ നമുക്ക് കൈ വെച്ചിട്ടൊന്നും അങ്ങനെ ഞെക്കിയാതൊന്നും പെട്ടെന്നൊന്നും പൊട്ടില്ല കേട്ടോ. അപ്പൊ ഞാൻ ഈ ഒരു രീതിയിലാണ് പൊട്ടിക്കുന്നത്. കറക്റ്റ് ഉള്ളിലൊക്കെ ആ ഒരു റംബൂട്ടാനൊക്കെ ഉണ്ടായിട്ടില്ല, ആ ഒരു രീതിയിൽ തന്നെയാട്ടോ ഉണ്ടായിട്ടുള്ളത്. നല്ല പഴുത്തത് കൊണ്ട് തന്നെ പുറന്തോടും വലിയ പുളിയില്ലാട്ടോ, ചെറിയൊരു പുളിയും ചെറിയൊരു മധുരം പോലെയാണ്. അപ്പൊ ഇതാണ് അതിൻ്റെ ഉള്ളിലുള്ള ഒരു നമുക്ക് കഴിക്കാൻ വരുന്ന ഒരു കറക്റ്റ് ആ ഒരു ഫ്രൂട്ട്. അപ്പൊ ഇതിൽ ഇതേപോലത്തെ 3 അല്ലിയാട്ടോ വന്നിട്ടുള്ളത്. അപ്പൊ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ജെല്ലി ഉണ്ടല്ലോ, ആ ഒരു ജെല്ലി നമ്മൾ കഴിച്ചതിന് ശേഷം എന്താ പിന്നെ കാണിക്കണേ, ആ ജെല്ലി നമ്മൾ കഴിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു സീഡ് കൂടി ഉണ്ടാവും. അപ്പോൾ ആ ഒരു സീഡ് നമ്മൾ കളയാം. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഒരു ജെല്ലി ഉണ്ടല്ലോ, കറക്റ്റ് നമ്മുടെ എന്താ പറയുക ഒരു പൾപ്പില്ലേ നമ്മുടെ എന്താ റംബൂട്ടാൻ ഉണ്ടല്ലോ, അപ്പോൾ റംബൂട്ടാൻ്റെ ഒക്കെ കറക്റ്റ് ആ ഒരു രീതിയിലാട്ടോ ഈ ഒരു പൾപ്പ് വന്നിട്ടുള്ളത്. റംബൂട്ടാനാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ഉള്ളിലൊരു കുരു ഉണ്ടാവില്ല, അപ്പോൾ ആ ഒരു കുരു പോലെ ഇതിൻ്റെ ഒരു കുരു കുറച്ചൊരു ഡിഫറെൻ്റ് ആണ്. നല്ല റെഡ് കളറിലാട്ടോ കുരു കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവില്ലേ. അപ്പോൾ ഇതിപ്പോൾ നല്ല മധുരമായിട്ട് ചെറിയൊരു പുളിയേ ഉള്ളൂ, കൂടുതലും മധുരമാണ് കാരണം നല്ല പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പറിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു കായിൽ 3 എണ്ണം കേട്ടോ, 3 അല്ലിയാണ് ഉണ്ടായിരുന്നത്. ആവണിക്കുട്ടിക്ക് കൊടുത്തിട്ട് എങ്ങനെയാണ് അവളുടെ എക്സ്പ്രഷൻ നോക്കാം. അപ്പം അപ്പോൾ കഴിച്ചോ, കടിച്ച് പൊട്ടിക്ക്. ഉള്ളിൽ അത്യാവശ്യം നല്ലൊരു തന്നെ വാട്ടർ കണ്ടന്റ് തന്നെയാണ് കേട്ടോ. ഇഷ്ടമായോ? സൂപ്പറാണോ? സൂപ്പറാണോ? അവിടെ നോക്കി പറ. അപ്പൊ നമ്മുടെ ആവണിക്കുട്ടിയുടെ എക്സ്പ്രഷൻ കണ്ടിരുന്നാട്ടോ, ആൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ആൾക്ക് പൊതുവെ മധുരത്തിനോടൊന്നും അല്ലാട്ടോ താല്പര്യം, ആൾക്ക് കുറച്ച് എരിവ് കൂടി അങ്ങനത്തെ അവിടെയൊക്കെ. അപ്പോൾ എന്തായാലും അവൾക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തതിൽ 3 എണ്ണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ചിലതിനൊക്കെ ആണെങ്കിൽ 5 എണ്ണം ഉണ്ടാകും, 5 അല്ലി ഉണ്ടാവും, ചിലതിനാണെങ്കിൽ 2 അല്ലി, ചിലതിൽ 1 അല്ലി, അങ്ങനെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. സൈസ് അതായത് എന്തൊക്കെയോ പറയാം കേട്ടോ. ആൾക്ക് ഇതിനെ പറ്റിയുള്ള അഭിപ്രായം പറയണം. ഇഷ്ടപ്പെട്ടുമല്ലോ പൊന്നൂന്? ഓക്കെ അപ്പം പറിച്ചു തരാം കേട്ടോ. ഇനി നമുക്ക് വേറെ പറിക്കാം. അപ്പം എന്തായാലും ആ ഒരു നമ്മുടെ ഈ ഒരു ഫ്രൂട്ടിൻ്റെ ആ ഒരു സൈസിനനുസരിച്ച് ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു അല്ലിക്കായാലും വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ പലതിലും പല അല്ലിയായിരിക്കും. ഇപ്പോൾ ചെറുതൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇതിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 1 ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിലൊക്കെ ആണെങ്കിൽ 3 എണ്ണം 4 എണ്ണം ഒക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ നമ്മൾ 2ാമത്തെ കായ് കൂടി എടുത്തിരിക്കുവാണേ. നല്ല ഹാർഡാണ് കേട്ടോ ഇതിൻ്റെ ഒരു തോല്. അതേപോലെ തന്നെ നോക്കി, ഇത് കാണുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു മാംഗോസ്റ്റിനില്ല, അപ്പോൾ ഒരു മാംഗോസ്റ്റിനെ പോലെ നമുക്ക് തോന്നുന്നുണ്ട്. നോക്കിയാൽ കറക്റ്റ് ആ ഒരു മാംഗോസിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഇത് ഇരിക്കുന്നില്ല, അപ്പോൾ അതേപോലെ തന്നെ ഉണ്ട് അല്ലേ. ആവണിക്കുട്ടി ഇത് അത് കഴിക്കുന്നുണ്ട് കേട്ടോ ആള്. നീ വേണോ പൊന്നാ? വാട്ടർ കണ്ടന്റ് നന്നായിട്ടുണ്ട്. അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറിയൊരു പുളിയും അതേപോലെ തന്നെ അത്യാവശ്യം മധുരമൊക്കെ ആയിട്ട് രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള ടേസ്റ്റാണ്. ഇപ്പോൾ മൂക്കുന്നതിനനുസരിച്ച് മധുരം കുറച്ച് കൂടിയിട്ട് എന്തായാലും ചെറിയൊരു പുളിയും കൂടി എന്തായാലും കുഴപ്പമില്ല. നമുക്ക് ഒരു വെറൈറ്റി ടേസ്റ്റാന്ന് പറയാം. അപ്പോൾ കഴിച്ചിട്ടില്ലാത്ത കൂടാതെ ജസ്റ്റ് എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാട്ടോ ഈ ഒരു ഫ്രൂട്ട് എന്ന് പറയുന്നത്. അവളിതാ എന്നെ അനുകരിച്ചിട്ട് അതേപോലെയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. പപ്പ വേണോ? അതിൻ്റെ കുരു തുപ്പി കളയണേ. കുരു കളയുമോ? എന്താ കഴിഞ്ഞു വേണം കുരു കള, വേറെ തരാമ്മ. നോക്കട്ടെ, തുപ്പിയോ? അതേപോലെ തന്നെ ഈ ഒരു ഫ്രൂട്ടിൻ്റെ ഉള്ളിലുള്ള ഒരു ജെല്ലാണ് നമ്മളിപ്പോൾ കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ജെല്ലിന് ഒരു പ്രത്യേക ടേസ്റ്റിന്, അപ്പോൾ ഇത് ഒരു വെറൈറ്റി ടേസ്റ്റിന്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. അതേപോലെ തന്നെ ഇതിപ്പോൾ ഞാൻ തൊണ്ട് കളയാണോ ചെയ്തതിൻ്റെ മേലത്തെ, അപ്പോൾ ഇത് കളയേണ്ട ആവശ്യമില്ല. ഇതിന് അടിപൊളി ഗുണങ്ങളുണ്ട്. കാരണം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരുപാട് വെറൈറ്റി അച്ചാറുകളൊക്കെ കഴിക്കാറുള്ള കൂട്ടുകാരാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു തൊണ്ട് എന്ന് പറയുന്നത് നല്ല ഹാർഡുമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അച്ചാർ ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റുള്ളൂ. അതേപോലെ തന്നെ ഈ ഒരു അച്ചാർ കേട് കൂടാതെ വർഷങ്ങളോളം നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. അതും ഒരു വെറൈറ്റി ടേസ്റ്റിന് കേട്ടോ അച്ചാർ. അപ്പോൾ ഈ ഒരു തൊണ്ട് വെച്ചിട്ട് എങ്ങനെയാണ് അച്ചാർ ഇടുന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്തായാലും ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ എന്തായാലും നമുക്ക് വേണ്ട കുറച്ച് ഫ്രൂട്ട് നമ്മൾ അതിൽ നിന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടി പോവാണേ. പറിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഓരോ ചാടിയൊക്കെ പോകുന്നുണ്ട്. കടിയിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് ഹാർവസ്റ്റ് ചെയ്യാൻ കൂടി പറ്റുന്നുണ്ട് കേട്ടോ, നന്നായിട്ട് തന്നെ.
ഇടയിൽ കൂടി ഈ ഒരു കറുത്ത ഉറുമ്പുണ്ടല്ലോ, കടിക്കില്ല കേട്ടോ, പക്ഷെ കറുത്ത ഉറുമ്പുകൾ ഇങ്ങനെ ഇടയിൽ കൂടെ ഉണ്ട്, കുറേ ഉണ്ട് കേട്ടോ. അങ്ങോട്ട് മേളിലേക്കൊക്കെ അത്യാവശ്യം നല്ല പഴുത്ത് തന്നെയാണ്. അപ്പം എല്ലാം പഴുത്ത് തുടങ്ങി കേട്ടോ. മേളിലേക്ക് ആ ഒരു 2 കൊല കുറച്ചുകൂടി ഒന്ന് സൈസ് വെക്കാണ്ട്, അതുകൂടി കഴിഞ്ഞ് എല്ലാം ഫുള്ള് പഴുത്ത് തന്നെ പറയാം. കുറച്ച് പിടിക്കുമ്പോഴത്തേനും അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. കാരണം ഈ ഒരു ഫ്രൂട്ടിൻ്റെ തൊണ്ടായാലും അത്യാവശ്യം നല്ല കട്ടിയിട്ട്, പിന്നെ ഉള്ളിലായാലും സീഡ് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പിടിക്കുമ്പോഴത്തേനും നമുക്ക് നല്ല വെയിറ്റ് തോന്നും കേട്ടോ. അത്രയും നല്ല അടിപൊളി ഫ്രൂട്ട് തന്നെയാണ്. ഈ കാണുന്നതൊക്കെ ആ താഴെ ഒരു വേരിൽ നിന്നാണ് തുടങ്ങുന്നതാണേ. അപ്പോൾ ഇതേപോലെ വള്ളി പോലെ ഇങ്ങനെ തടിയിൽ നിന്ന് വന്നിട്ട് അപ്പോൾ അതിൻ്റെയൊക്കെ അറ്റത്തറ്റത്തായിട്ടാണ് നമ്മുടെ ഈ ഒരു മൂട്ടിപ്പഴം ഉണ്ടായിട്ടുള്ളത്. ആ ഒരു തടിയുടെ ആ ഒരു ഭാഗം ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിലാട്ടോ തിങ്ങി നിറഞ്ഞുണ്ടായിട്ടുള്ളത്. അങ്ങനെ നമുക്ക് വേണ്ട അത്രയും മൂട്ടിപ്പഴം നമ്മളിതാ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇവിടെ തന്നെ മരം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇനി എപ്പോൾ വേണമെങ്കിലും നമുക്ക് വന്ന് പറിക്കാം. അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രമായിട്ട് ഇപ്പോൾ പറിച്ചെടുത്തിട്ടുള്ളത്. കാരണം മരം അടുത്തതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രഷ് ആയിട്ട് പറിച്ച് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ആ ഒരു വെറൈറ്റി തന്നെയല്ലേ. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് കഴിക്കുന്നത്. അപ്പോൾ എന്തായാലും അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇനി എപ്പോൾ വേണമെങ്കിലും വന്ന് പറിക്കാം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, മൂട്ടിപ്പഴം കാണാത്ത കൂട്ടുകാർ കണ്ടില്ല. അപ്പോൾ ഇതാട്ടോ നമ്മുടെ മൂട്ടിപ്പഴം. ഇപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു മൂട്ടിപ്പഴം ആട്ടോ നമ്മളിപ്പോൾ പറിച്ചെടുത്തില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അതേപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത അടിപൊളി വീഡിയോസ് കാണുന്നത്. ബൈ.